10 മണിയോടെ ആഘോഷങ്ങൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ദൂരെ നിന്ന് വന്നവർക്കൊക്കെ അടുത്തുള്ള ഹോട്ടലുകളിലാണ് റൂം. അയാളും കുടുംബവും ഏറ്റവും അവസാനമാണ് പോയത്. എല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നു. മനസ്സാകെ ബ്ലാങ്കായിരുന്നു. ആകെപ്പാടെ ഒരു തളർച്ച. കയ്യിൽ മൈലാഞ്ചിയാണ് മുഴുവൻ. കുറച്ച് കഴിഞ്ഞ് ഷൈമയും വന്ന് കിടന്നു. അലി, നിനക്ക് പുള്ളിയെ ഇഷ്ടായോ? സാറ് സാനിക്കെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? അവളുടെ ചോദ്യത്തിലുള്ള മറുപടി കിട്ടാത്തതുകൊണ്ടാവും ദേഷ്യത്തിൽ നോക്കി. എന്തു പറഞ്ഞു? നിന്നോട് ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞേക്കാൻ. അവളത് പറഞ്ഞതും എൻ്റെ കണ്ണുകൾ നിർത്താതെ കണ്ണീർ പൊഴിക്കാൻ തുടങ്ങി. സാറിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ലേ? ഷൈമയോട് ചോദിച്ചതും അവൾ എന്നെ ആശ്വസിപ്പിക്കാനെന്നവളെ കെട്ടിപ്പിടിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തലേന്ന് ഈ പരിപാടി കാണിക്കോ? നിന്റെ മാനസികാവസ്ഥ, അയാളുടെ കുടുംബം ഒന്നും ചിന്തിക്കാതെ അയാൾ എല്ലാത്തിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞ് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോവോ? ഞാനൊന്നും മിണ്ടിയില്ല. കുറേ നേരം കരഞ്ഞു. പിന്നീടെപ്പോഴും ഉറങ്ങി. രാവിലെ തന്നെ ഹോട്ടലുകളിൽ നിന്ന് റിലേറ്റീവ്സൊക്കെ എത്തി. ഈവന്റ് മാനേജ്മെന്റ് ആൾക്കാർ ഇന്നലത്തെ ഹൽദിയുടെ ഡെക്കറേഷൻസ് മാറ്റി. മെഹന്തിക്കായി ഹാൾ ഒരുക്കുന്നുണ്ട്. മുഴുവൻ ഡാർക്ക് ഗ്രീൻ ആൻഡ് ക്രീം തീമാണ്. എല്ലാത്തിനും നടുവിൽ ഞാനും ഷൈമയും. എൻ്റെ സങ്കടം കാരണം അവൾക്ക് പോലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്ര അഭിനയിച്ചാലും ഷൈമാക്കും സാനിക്കാക്കും അറിയാം, പപ്പയും മാമിയും എനിക്ക് എന്തോ നിധി കിട്ടിയ സന്തോഷത്തിലാണ്. എൻ്റെ സന്തോഷമെല്ലാം ഇന്നലെ കൊണ്ട് അവസാനിച്ചില്ലേ? ഇത് പുതിയ അലീമയാണ്. ഒഴുക്കിനൊപ്പം നീന്താൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ചുറ്റിനും കസിൻസ് എല്ലാം ഭയങ്കര ഹാപ്പി. കയ്യിലെ മൈലാഞ്ചി ചുവന്ന് ഡാർക്കായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരും. അതുവരെ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ റിലേറ്റീവ്സ് സമ്മതിക്കില്ല. പെട്ടെന്ന് സാനിക്ക റൂമിലേക്ക് വന്നു. എന്നെയും ഷൈമയും വന്ന് മാറി മാറി നോക്കി. അൽക്കുട്ട, ഒന്ന് വന്നേ, അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്ക്? ഞാൻ സംശയത്തോടെ ചോദിച്ചു. വാ, പറയാം. ഞാനും ഷൈമയും അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അമ്മായി അങ്ങോട്ടേക്ക് വന്നു. നീ എന്താടാ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് കറങ്ങുന്നേ? അമ്മായി സാനിക്കയോട് ചോദിച്ചു. ഞാൻ നല്ലൂരെ കൂട്ടിയ സ്ഥലം വരെ പോവാ, വേഗം വരാം. സാനിക്ക അതും പറഞ്ഞ് കയ്യിൽ പിടിച്ചു വലിച്ച് താഴേക്ക് നടന്നു. ഡാ നിക്കടാ, എങ്ങോട്ടാ? അവൾ ഒരുക്കാൻ ആള് വരുപ്പോ. ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? സാനിക്ക ദേഷ്യത്തിൽ അമ്മായിയോട് പറഞ്ഞിട്ട് കാറിനടുത്തേക്ക് നടന്ന് എനിക്ക് വേണ്ടി ഡോറ് തുറന്നു തന്നു. ഞാൻ സാനിക്കയുടെ കലിപ്പ് കണ്ട് ഡോറൊന്നും മിണ്ടാതെ കയറിയിരുന്നു. സാനിക്കയും കയറി വണ്ടിയെടുത്തു. എങ്ങോട്ടാ സാനിക്ക? പറയാം. സാനിക്ക ഗൗരവത്തിൽ തന്നെയാണ്. ഞാനും പിന്നെ മിണ്ടിയില്ല. വണ്ടി പോകുന്ന വഴി കണ്ടതും നെഞ്ചിരിപ്പ് കൂടാൻ തുടങ്ങി. എനിക്ക് ആകെപ്പാടെ ഒരു പരവേശം. ഞാൻ സാനിക്കയെ തുറിച്ചു നോക്കി. കാറ് ചെന്ന് സാറിന്റെ വീട്ടുമുറ്റത്ത് നിന്നു. സാനിക്ക, ഇറങ്ങ്. കണ്ണുകൾ നിറഞ്ഞു വന്നു. കാലുകൾക്ക് ബലമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി. മുറ്റത്ത് സാറിന്റെ ബൈക്ക് ഇരിപ്പുണ്ട്. ഞാൻ സാനിക്കയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു, വീഴാതിരിക്കാനായിട്ട്. സാറ് വന്നോ? അത് കേട്ടതും അകത്തേക്ക് ഓടാൻ പോയ എന്നെ സാനിക്ക തടഞ്ഞു. കയ്യിൽ ബലമായി പിടിച്ചു. ഞാൻ സാനിക്കയെ ദയനീയമായി നോക്കി. സാനിക്ക ബെല്ലടിച്ചും സാറിൻ്റെ ഉമ്മ പുറത്തേക്ക് വന്നു. അവരാകെ ക്ഷീണിച്ച് കരഞ്ഞു കരങ്ങിയ കണ്ണുകൾ. എന്നെ കണ്ടത് അടുത്തേക്ക് വന്നു. അലീമ മോളോ? നാളെയല്ലേ കല്യാണം? ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ കണ്ണുകൾ ആ മുഖത്തിനു വേണ്ടി അവിടെ കലഞ്ഞു. പെട്ടെന്ന് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നു. സാറിനെ കണ്ടതും ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്നെ തന്നെ നഷ്ടമായിരുന്നു. ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധം പോലും എന്നിൽ നിന്ന് വിട്ടുപോയി. സർ, എന്നെ വേണ്ടെന്ന് പറയരുത്. ഞാൻ നിങ്ങളെ അല്ലാതെ മറ്റൊന്നിനു വേണ്ടി ഇങ്ങനെ കരഞ്ഞിട്ടില്ല. അലീമ എന്താ കാണിക്കുന്നത്? മാറിക്ക്. സാറിനെ ബലമായി പിടിച്ചു മാറ്റി. ഞാൻ നിറകണ്ണാലെ സാറിനെ തന്നെ നോക്കി നിന്നു. എന്തിനാ സാനി നീ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? നിനക്കെന്താ ബോധമില്ലേ? സാറ് സാനിക്കയോട് ദേഷ്യത്തിൽ ചോദിച്ചു. സാനിക്കയും ഉമ്മയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. സർ, ഇന്നലെ മുതൽ ഞാൻ ചത്ത് ജീവിക്കുകയായിരുന്നു. പാപ്പയോട് ഞാൻ പറയാം സർ. നാളെ തീരുമാനിച്ച പോലെ നമ്മുടെ നിക്കാഹ് നടത്താം. നിനക്കെന്താ വട്ടുണ്ടോ? നാളെ നിക്കാഹ് നടക്കും. പക്ഷേ നിന്നെ കിട്ടുന്നത് ഞാനല്ല. നിന്റെ നിലക്കും വിലക്കും ചേർന്ന് ചെറുക്കിനെ വീട്ടുകാരൻ പിടിച്ച് തന്നില്ലേ? പോയി സന്തോഷമായി ജീവിക്ക്. സാർ, ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് സാറിന്റെ കോളർ പിടിച്ചു. സാനിക്ക് വന്നെന്നെ പിടിച്ചു മാറ്റി. അല്ലു, നീ എന്താ കാണിക്കുന്നത്? എന്നെ കിട്ടുന്നെങ്കിൽ അത് സാറായിരിക്കും. ഞാൻ സാറിനെ നോക്കി പറഞ്ഞു. അലീമ പറയുന്നത് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? എന്താ മനസ്സിലാക്കേണ്ടത്? പറ. അതും പറഞ്ഞ് ഞാൻ സാനിക്കയെ വീണ്ടും മാറ്റി സാറിൻ്റെ അടുത്തേക്ക് വന്നു. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, അത് നീ മനസ്സിലാക്ക്. ഞാൻ സ്നേഹിച്ചത് ഒരേ ഒരാളെ മാത്രമാണ്. സാറിന്റെ വാക്കുകൾ തീമഴ പോലെ എന്നിലേക്ക് പെയ്തിറങ്ങി. എപ്പോഴെങ്കിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു? നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തോ? നീയും മറ്റുള്ളവരും നിന്നെ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു.
സാറ് നീരസത്തോടെ ഓരോ ചോദ്യങ്ങളും എനിക്ക് നേരെ ഉതിർത്തു. ശരിയാണ്, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നെ സ്നേഹിക്കുന്നു എന്ന്. അങ്ങനെ പെരുമാറിയിട്ടില്ല. പിന്നെ എന്തിനാ നിക്കാഹിനെ സമ്മതിച്ച് എന്നെ മോഹിപ്പിച്ചത്? ഞാൻ ദയനീയമായി ചോദിച്ചു. നീ ഓർക്കുന്നുണ്ടോ, നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ പപ്പയും കുടുംബക്കാരും കണ്ടോണ്ട് വന്ന് നീ എന്നെ ബലമായി പിടിച്ച് ഉമ്മ വെച്ചത്? നടന്നത് അതാണെങ്കിലും അവരുടെ മനസ്സിൽ പതിഞ്ഞത് നമ്മൾ പരസ്പരം ഉമ്മ വെക്കുന്നതാണ്. അവരോട് ഞാനെങ്ങനെ പറയും എനിക്ക് സമ്മതമില്ലെന്ന്? പറയടി. ഞാൻ സാറിന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ സാനിക്കയുടെ തോളിൽ മുഖം വെച്ച് കരഞ്ഞു. സാനിക്ക എന്റെ മുടികളിൽ തടവി. 3 മാസങ്ങൾക്ക് മുമ്പാണ്. അൻസിയുടെ മാരേജ് കഴിഞ്ഞില്ലെന്നും അന്ന് അവളെ വളർത്തിയവർ അവളുടെ ആരുമില്ലെന്നും അവൾ ഓർഫനായിരുന്നെന്നും അവരവളെ എടുത്തു വളർത്തിയെന്നൊക്കെ ഞാൻ അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് അവൾ അന്വേഷിക്കുകയായിരുന്നു. അത് കേട്ടതും ഞാൻ സാനിക്കയെ നോക്കി. എന്നോട് പറഞ്ഞ കഥയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് സാനി പോലും അറിഞ്ഞില്ല. അവനറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഒടുവിൽ അവളൊരു ബന്ധുവിൻ്റെ വീട്ടിലുണ്ടെന്നും അവളെ വളർത്തിയവർ അവളെ ഉപേക്ഷിച്ചെന്നും ഞാൻ അറിഞ്ഞു. ഞാൻ കരച്ചിലടക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു. തല പെരിക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ എന്തെങ്കിലും വന്ന് എന്നെ സ്വന്തമാക്കുമെന്ന് ഞാൻ വിശ്വസിച്ച ആളുടെ ഉള്ളിൽ ഒരു കണിക പോലും ഞാനില്ലെന്ന് അറിയുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെന്താ അന്ന് അവൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ്? സാനിക്ക് ദേഷ്യത്തോട് ചോദിച്ചു. അത് അന്ന് അവർ പറഞ്ഞിട്ടാ അവൾ എന്നെ വേണ്ടെന്ന് വെച്ച്. അല്ലെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കുന്നു പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് നീ പോയില്ലേ അവളുടെ അടുത്തേക്ക്? പോകാനല്ലേ ഇന്നലെ നീ ഇറങ്ങിയത്? പോകേണ്ടി വന്നില്ല. അത് മതി, നിർത്ത്. സാനിക സാറിനെ തടഞ്ഞു. സാനി ഡാ, സഫി നീ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഇവളില്ലേ, ഇവളെൻ്റെ പ്രാണനാ. ഇവളെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചിട്ടും നീ ഇങ്ങനെ നിൽക്കുന്നത് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാ. സാനിക്ക് എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ സാനിക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സാനി ഞാൻ വേണ്ട, നീ ഇനിയൊന്നും പറയണ്ട. നീ വന്നെന്നറിഞ്ഞപ്പോ ഇവളെയും കൊണ്ടുവന്ന് ഇതൊക്കെ ഇവൾ നിന്നിൽ നിന്ന് അറിയാനാ. ഇല്ലെങ്കിൽ നിന്നെ ഓർത്ത് ഇവൾ നാളെ മറ്റൊരാളുടെ ലൈഫ് കൂടെ നശിപ്പിക്കും. അതും പറഞ്ഞ് സാനിക്ക് എന്നെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. നിക്ക്, അകത്തേക്കൊന്ന് വരാമോ? സാറ് ചോദിച്ചു. ഞാൻ സാനിക്കയെ നോക്കി. വാ മോളെ. സാറിൻ്റെ ഉമ്മ എൻ്റെ തോളിൽ പിടിച്ചു. ഞാനും സാനിക്കയും അവരുടെ ഒപ്പം അകത്തെ റൂമിലേക്ക് നടന്നു. ഞങ്ങൾ അകത്തേക്ക് ചെന്നു. അടുക്കളയിൽ നിന്ന് മോളിവിനോടൊപ്പം ഒരു പെണ്ണ് ഇറങ്ങി വന്നു. ഞങ്ങളെ കണ്ടതും അവൾ സാറിനെ നോക്കി. സാനിയെ ഓർമ്മയില്ലേ? ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ ഭാവഭേദങ്ങളോടെ അവൾ സാറിൻ്റെ പുറകിലേക്ക് ഒളിച്ചു. സാനിക്ക അവളെ കണ്ടതും എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അവൾ എന്നെയും സാനിക്കയും ഒളിഞ്ഞെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിനും ഉപരി എൻ്റെ കണ്ണുകളുടക്കിയത് സഫീർ എന്നെഴുതിയ ആ നീളൻ മാലയിലാണ്. എനിക്കായി സാറ് തിരഞ്ഞെടുത്ത്. എന്നാൽ ഇന്നത് മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ. കണ്ണുനീര് വന്ന് കാഴ്ചയെ മറക്കുന്നുണ്ട്. എൻ്റെ നോട്ട് അവളിലാണെന്ന് അറിഞ്ഞിട്ടാണ് തോന്നുന്നു സാർ അവളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അലീമ, ഇത് അൻസി. അനു, ഇതാണ് അലീമ. സാറ് പരിചയപ്പെടുത്തിയതും അവൾ എന്നെ നോക്കി ചിരിച്ചു. കണ്ടാൽ എൻ്റെ പ്രായമുണ്ടെങ്കിലും എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. പക്ഷേ സാർ അവൾ അനു എന്ന് സ്നേഹത്തോടെ വിളിച്ചത് എൻ്റെ ഹൃദയത്തെ വലിച്ചു കീറുന്ന വേദനയുണ്ടാക്കി. ഒരിക്കൽ പോലും എന്നെ അല്ലു എന്ന് വിളിച്ചിട്ടില്ലാത്ത എനിക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ ഈ നിമിഷം ഞാൻ മനസ്സിലാക്കുന്നു അയാളെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച ഞാനെന്ന മണ്ടിയെ. അനു, അകത്തേക്ക് പോക്കോ, ചെല്ല്. സാർ അത് പറഞ്ഞതും അവൾ എനിക്ക് ടാറ്റ തന്നിട്ട് മോളുവിൻ്റെ കൂടെ മുകളിലെ സാറിൻ്റെ റൂമിലേക്ക് പോയി. സാനിക്കയും ഞാനും പരസ്പരം നോക്കി. സാനി ചോദിച്ചില്ലേ എന്താ പോകാഞ്ഞെന്ന്. അവിടെയുള്ള ഇവളുടെ ഉമ്മയുടെ അനിയത്തി അവളെ ഇവിടെ കൊണ്ടാക്കി. അവൾക്ക് എന്നെ അറിയില്ലെന്ന് കള്ളം പറഞ്ഞ എന്തിനാ? അറിയില്ല പോലും. സാനിക്ക പുച്ഛത്തോടെ സാറിനെ നോക്കി പറഞ്ഞു. അറിയില്ല എന്നല്ല, അവൾക്ക് ഓർമ്മയില്ല. അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് 1.5 വർഷമായി. ഞങ്ങൾ രണ്ടാളും നടുക്കത്തോടെയാണ് അത് കേട്ടത്. സ്റ്റെയറിൽ നിന്നും തലയടിച്ച് വീണ ഇവളുടെ ഓർമ്മ പോയപ്പോൾ ഇവളെ വളർത്തിയിരുന്നവർ ഒരു ബന്ധുവീട്ടിലാക്കി. അവർ ബാധ്യത ഒഴിഞ്ഞു. ഇവനെ പോലെ അല്ലെങ്കിലും അടുപ്പമുള്ള മറ്റൊരു ഫ്രണ്ട് വഴിയാണ് ഇതൊക്കെ അറിഞ്ഞതും അവളെ കണ്ടെത്തിയതും. ഈ അവസ്ഥയിൽ അവളെ തനിച്ചാക്കി ഒരിക്കലും സ്നേഹം തോന്നാത്ത ആളോടൊപ്പം ജീവിച്ചു തീർക്കാൻ എനിക്ക് കഴിയില്ല സാനി. എന്നെ നോക്കാതെയാണ് സാർ സാനിക്കയോട് ആ അവസാന വരികൾ പറഞ്ഞത്. തീർന്നു എല്ലാം. ഇത്രയ്ക്കും ഭാരമായിരുന്നു ഞാൻ സാറിന്. എനിക്ക് കഴിയുന്നില്ല സഹിക്കാൻ. ഇനിയൊരു നിമിഷം കൂടി ഇവിടെ നിന്നാൽ ഞാൻ ഭ്രാന്തിയായി മാറിയേക്കാം. സാനിക്കയെ വിട്ട് ഞാൻ ആരോടും മിണ്ടാതെ വന്ന് കാറിൽ കയറി. അല്പസമയത്തിനകം സാനിക്കയും വന്ന് കയറി. സീറ്റ് ഔട്ടിൽ നിൽക്കുന്ന സാറിനെ നോക്കാൻ 1000 വട്ടം മനസ്സ് പറഞ്ഞു. ഇല്ല, നോക്കില്ല. അയാളുടെ മനസ്സും ശരീരവും ഇന്ന് മറ്റൊരു പെണ്ണിൻ്റെയാണ്. അലീമക്ക് വിധിച്ചിട്ടില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ വാശി പിടിച്ചത്. കാറ് സാറിൻ്റെ മുറ്റത്തു നിന്നും വീട്ടിലേക്കുള്ള വഴിയിൽ ഓടിത്തുടങ്ങി. അല്ല കൂട്ടാ, നിനക്കൊന്ന് കരഞ്ഞൂടെ? വീട്ടിലെത്തിയ ഒന്നിനും പറ്റാതെയാവും. സാനിക്ക പറഞ്ഞു. ഞാൻ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. എത്ര നേരം കരഞ്ഞെന്നറിയില്ല. വീടടുക്കാറായതും കണ്ണൊക്കെ തുടച്ച് നേരെയിരുന്നു. വീട്ടിലെത്തിയത് അമ്മായി സാനിക്കയെ കുറെ വഴക്ക് പറഞ്ഞു. ഷൈമ ഒരുങ്ങി തുടങ്ങി.
സാനിക്ക് ഇടക്ക് വന്ന് എന്നെ നോക്കുന്നുണ്ട്. വൈകുന്നേരമായതും വീട് നിറയെ ആഘോഷമായി. നിറയെ ആഘോഷമായി. പാട്ടും ഡാൻസും. कुछ भी कर जाऊंगा, इश्क में तेरे जीते ही तेरे लिए ही मर जाऊंगा. പാട്ടും ഡാൻസും. ഞങ്ങൾ രണ്ടാളും ഗ്രീൻ ആൻഡ് ക്രീം കളർ സാരിയാണ്. മേക്കപ്പ് കഴിഞ്ഞതും ഞങ്ങൾ താഴെ അലങ്കരിച്ച സോഫയിൽ കൊണ്ടിരുത്തി. ചുറ്റും നടക്കുന്നൊന്നും കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. ഉള്ളിൽ മുഴുവൻ സാറിൻ്റെ മെഹർമിട്ട് നിൽക്കുന്ന അൻസിയാണ്. സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ കാഴ്ച. കുറച്ച് കഴിഞ്ഞതും ആഷിറിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു. നാളെ എനിക്കിടാനുള്ള ഡ്രസ്സും ചെരുപ്പും മറ്റുമൊക്കെ കൊണ്ടുവന്നു. എല്ലാവർക്കും മുമ്പിൽ ഒരു പാവയെ പോലെ ഞാൻ നിന്നു. എൻ്റെയും ഷൈമയുടെയും കയ്യിൽ വെറ്റില വെച്ചു. വീട്ടുകാരും കുടുംബക്കാരും ആഷിറിൻ്റെ വീട്ടിലുമൊക്കെ അതിൽ മൈലാഞ്ചി ഇട്ടു. 11 മണിയോടെ ആഘോഷങ്ങൾ അവസാനിച്ചതും ഡ്രസ്സും മേക്കപ്പും എല്ലാം അഴിച്ച് ബെഡിൽ വന്ന് കിടന്നു. കണ്ണുകൾ നിർത്താതെ നിറഞ്ഞൊഴുകുകയാണ്. ഷൈമ വന്ന് തട്ടി വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾ സാനിക്കയിൽ നിന്ന് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അല്ലു ദാ ഷൈമ പറ്റുന്നില്ലടി, മരിക്കാനാണെങ്കിൽ എനിക്ക് പേടിയുമാണ്. അല്ലു എന്തൊക്കെയാ, അല്ലാതെ എന്താടി ചെയ്യുക? പ്രാണനായി കരുതിയ ആളിന്ന് മറ്റൊരു പെണ്ണിൻ്റെ അതിൻ്റെ വേദന കുത്തി വലിക്കുമ്പോൾ നാളെ ഈ സമയം ഞാൻ മറ്റൊരാളുടെ ഭാര്യ. കരഞ്ഞുകൊണ്ട് ഓരോന്നും പറയുമ്പോൾ അവൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ എൻ്റെ ഒപ്പം കരഞ്ഞു. പിന്നീട് എപ്പോഴും അവളോട് ചേർന്ന് ഉറങ്ങി. സെഫീർക്ക് എൻ്റെയാണ്, എൻ്റെ മാത്രം. നീ എൻ്റെ ഇക്കയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്നോട് ദേഷ്യത്തിലാണ് അൻസി അത് പറയുന്നത്. ആ വാക്കുകൾ കാതിൽ വീണ്ടും വീണ്ടും കേൾക്കുന്നു. ആകെ വിയർത്തു കുളിച്ചവും ഞാൻ ഞെട്ടിയണീറ്റു. കണ്ടത് സ്വപ്നമാണെങ്കിലും എനിക്ക് വട്ടുപിടിക്കുന്ന പോലെ തോന്നി. ക്ലോക്കിൽ നോക്കിയതും സമയം വെളുപ്പിന് 3 മണി. ഞാൻ ഷൈമയെ നോക്കി. നല്ല ഉറക്കമാണ്. പതിയെ ബാത്റൂമിലേക്ക് നടന്നു. അവിടെ ചെന്നതും മിററിൽ നോക്കി ഒരുപാട് കരഞ്ഞു. പെട്ടെന്ന് മിററിൽ അൻസിയുടെ മുഖം. ഞാൻ പേടിച്ച് പുറകിലേക്ക് മാറി. വീണ്ടും നോക്കി. ഇല്ല, ഒന്നുമില്ല. ഞാൻ മുടികളിൽ പിടിച്ച് വലിച്ചു. ഇനി എനിക്ക് താങ്ങാനാവില്ല. ഈ നശിച്ച ജന്മം അവസാനിപ്പിക്കണം. അവിടമാകെ ഭ്രാന്തെടുത്ത് ഞാൻ തിരഞ്ഞു. ഒടുവിലൊരു ബ്ലേഡ് കിട്ടി. അതെടുത്ത് കൈത്തണ്ടയിൽ വെച്ചു. ഒരു നിമിഷം എല്ലാവരുടെയും മുഖം മുന്നിൽ തെളിഞ്ഞു. ബ്ലേഡ് കൈത്തണ്ടിലെ സ്ഥാനം നോക്കി വെച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.